ഒരു ഉസ്താദിനെ കുട്ടി അടിച്ചതിൻ്റെ പേരിൽ രക്ഷിതാവ് വന്നടിക്കുന്ന ഈ കാഴ്ച നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. അതും ഒരു ഭക്ഷണത്തിൻ്റെ മുമ്പിൽ. ആദ്യമായിട്ട് എനിക്ക് ഉസ്താദ്മാരോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങളെ കുട്ടികളെ സ്വന്തം കുട്ടികളായിട്ട് കാണാൻ പാടില്ല. കാരണം ആരാൻ്റെ കുട്ടികളാണ്. നിങ്ങൾ സ്വന്തം മക്കളെ പോലെ തെറ്റുകൾ കാണുമ്പോൾ അവർ തിരുത്താനും നന്നാകാനും വേണ്ടി അടിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനേ വേണ്ട. ആരാൻ്റെ മക്കൾ? നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ പഠിക്കാനുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി പഠിച്ചോ, ഇനി വൈകിട്ട് വന്നോ, അല്ലെ വേറെ നിങ്ങൾ കുരുത്തകൾ കാണിച്ചോ, അതിനൊന്നും ഇനി ചോദ്യം ചെയ്യാനോ അതിനെ തിരുത്തി കൊടുക്കാനോ, കുട്ടികൾ ഭാവിയിൽ നന്നാകണം എന്നൊരു ചിന്ത ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്ത് അതിന് കൃത്യമായ ശിക്ഷണം കൊടുക്കാൻ വേണ്ടി പറ്റൂല. കാരണം ഇന്ന് മാതാപിതാക്കൾക്കൊക്കെ കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. പണ്ട് കാലത്തെ മാതാപിതാക്കൾക്ക് എന്താ കുട്ടികളോട് സ്നേഹമില്ലാണ്ടാണ് വളർത്തിയത്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് നമ്മളോട് നല്ല സ്നേഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്നേഹിച്ച് വഷളാക്കിയിട്ടില്ല. തിരുത്തേണ്ടടുത്ത്, അടി കൊടുക്കേണ്ടടുത്ത്, ചിത്ത പറയേണ്ടടുത്ത് അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ വഷളാക്കുകയാണ്. ഉസ്താദ് കുട്ടിക്ക് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല, നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരുടെ കാലിൻ്റെ അടിയിലാണ് നിങ്ങൾക്കുള്ള സ്വർഗം എന്ന് മാതാപിതാക്കളെ പറ്റി ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദായിരിക്കും. ഇങ്ങനെ മാതാപിതാക്കളുടെ ബഹുമാനം പറഞ്ഞ ഉസ്താദിനെ തന്നെ ഈ രക്ഷിതാവ് വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടേക്കാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉസ്താദുമാരെ, ഇനി നിങ്ങളുടെ മക്കളെ, നിങ്ങളെ മുമ്പിൽ വരുന്ന കുട്ടികളെ സ്വന്തം കുട്ടിയായിട്ട് കരുതരുത്. ആരാൻ്റെ കുട്ടികളായിട്ട് കരുതിയാൽ മതി. വേണമെങ്കിൽ പഠിച്ചോട്ടെ, നിങ്ങൾ പഠിപ്പിക്കാനുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് ഇന്ന് നിങ്ങൾക്ക് അധികാരമില്ല. അടിച്ചാൽ പോലും പീഡനാണ്. ഏത് പീഡനം എന്നുള്ളത് പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തിരിയൂല. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ ഉസ്താദുമാരുടെ മേത്തേക്ക് കൈവെക്കുന്ന, ഉസ്താദുമാരെ ചീത്ത പറയുന്ന മക്കളുടെ പേരിൽ ഉസ്താദുമാർക്കെതിരെ കുതിര കയറുന്ന ആൾക്കാർ ഭാവിയിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. കാരണം ഇതുപോലെ എത്രയോ കുട്ടികൾ കാരണം ഉസ്താദുമാർ കരഞ്ഞു പോയിട്ടുണ്ട്. ആ കുട്ടികളുടെയൊക്കെ ഭാവി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നാട്ടിൽ ഏറ്റവും വലിയ കഞ്ചാവും കള്ളുകുടിയനും എത്രത്തോളം ഇതേ മാതാപിതാക്കളെ വരെ തിരിച്ചടിച്ച മക്കൾ വരെയുണ്ട്. ഇങ്ങനെ ഉസ്താദുമാരെ കണ്ണീർ ഒഴുകിയിട്ട് ഉസ്താദുമാരുടെ പൊരുത്തക്കേട് സമ്പാദിച്ച് ഗുരുനാഥന്മാരെ ശാപം വാങ്ങിക്കെട്ടി അവരെ കരയിപ്പിച്ച് ഭക്ഷണത്തിന് മുമ്പിൽ അടിച്ചതാണെങ്കിൽ അതിനുള്ളത് നിങ്ങൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ തന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവും ആഖിറവും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. രക്ഷിതാക്കളെ, എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ ഉസ്താദുമാരെ കരയിപ്പിച്ചത് അത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാതെ പോവുകയില്ല എന്നത് ഒരു നഗ്നമായ സത്യമാണ്. അതിന് പല തെളിവുകളും ഇന്ന് ലോകത്തുണ്ട്. പല കുട്ടികളും പിഴച്ചുപോയി. നല്ല ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, പക്ഷേ മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല. മാതാപിതാക്കൾ തിരിച്ചടിക്കുന്നു, ചീത്ത പറയുന്നു, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ഇതിനൊക്കെ പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഉസ്താദുമാരെ വേദനിപ്പിച്ചതാണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ തക്കമായ അവസാന പ്രതിഫലം. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഉസ്താദുമാരെ, നിങ്ങളിനി നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾ മുമ്പിൽ വരുന്ന കുട്ടികളെ കാണരുത്.